ഇന്ന് ഞാൻ പൊറോട്ട കൊണ്ടുവരാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു പൊറോട്ട കൊണ്ടുവരാൻ പോകണ്ട, എനിക്ക് ഞാൻ ഇവിടെ പൊറോട്ട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മാന്റെ നാടൻ പൊറോട്ട. ആ പൊറോട്ടന്റെ പൈസ ഉമ്മയ്ക്ക് കൊടുത്താൽ മതി. ഇവിടെ നാടൻ ഒതന്റിക് വീട്ടിലെ പൊറോട്ട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ല, ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട. പക്ഷെ മൈദനാട്ടോ ഉപയോഗിക്കണേ. ശരിക്കും ഇച്ചാക്ക് രാത്രികൾക്ക് ഫുഡ് വേണ്ടാന്ന് ഇച്ച പറഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ ഓക്കെ എന്നാ പിന്നെ ഞങ്ങൾക്കുള്ളത് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. ഇപ്പൊ ഇച്ച പറയുന്നത് ഇച്ചാക്ക് ഫുഡ് വേണമെന്ന്. വിശന്ന് ഇപ്പൊ കറി ഉണ്ടാക്കണം, പൊറോട്ട ഉണ്ടാക്കണം. അപ്പൊ ഞാൻ കറി ഉണ്ടാക്കും, ഉമ്മി പൊറോട്ട ഉണ്ടാക്കും. ഉമ്മിയുടെ പൊറോട്ട അടിപൊളിയാണ് കേട്ടോ. മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇന്നപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം. ഉമ്മി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങപ്പോ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്, ഹമ്പിളാണ് എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ഉമ്മയെ കൊണ്ട് തന്ന് തിന്നിട്ടുള്ളൂ, ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു കൈപ്പ് മാത്രമേ ഉള്ളൂ. ജാറൊക്കെ എടുക്കണല്ലോ, മൈദ അടിച്ചു ചോറ്. എന്തിട്ടൊക്കെ നമ്മി പറഞ്ഞു കൊടുക്കും. ഒരു കയ്യില്, 2 കയ്യില്, 3 കയ്യില്, 4 കയ്യില്. അച്ഛൻ എന്താ ഉണ്ടാക്കണേ? മുളകിട്ട മീൻകറി. നിങ്ങളവിടെ മുളകിട്ട മീൻകറി ഉണ്ടാക്കലില്ല? എന്റെ വീട്ടില് ഉണ്ടാക്കാത്ത ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്, കാരണം അവിടെ ഞാനില്ല. അതെ, ഒരു കോഴിമുട്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് അല്ലേ, അതിക്ക് മൈദക്ക. ഇത് ഫുള്ള് മൈദ മാത്രമാണ്. ഫുള്ള് മൈദ. ഇനി ഒരു മുട്ട മതിയോ? മിക്സിയിൽ വെക്കണം. മിക്സി അടിക്കുന്നു ആ സൗണ്ട്. കഴിഞ്ഞ് ചോറടിച്ച്, ചോറിൽ വെള്ളം പറഞ്ഞിട്ടില്ലല്ലോ, ചോറ് അങ്ങനെ അടിച്ചെടുത്ത്. മൗനത്തിലാണ്. എന്തുണ്ടാവും പൊറോട്ട ഒക്കെ അടിപൊളിയോ? കറി ടേസ്റ്റ് ചെയ്യാൻ അവസാനം കയറാം. ഈ പൊറോട്ട ഒറ്റക്ക് തിന്നാൻ പറ്റില്ല. ഈ പൊറോട്ട ഒറ്റക്കുന്നുണ്ടായി. ഈ മൈദക്ക് അരച്ച ചോറിട്ട് കൊടുക്കല്ലേ. ഉപ്പിടാൻ മറക്കല്ലേ കേട്ടോ. ഇത് അസ്നത്തല്ല അതെ, അപ്പൊ എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ട്. അല്ല ഉമ്മി അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടാളൊക്കെ തന്നെ ഉപ്പിടാനൊക്കെ ചിലപ്പോ കൂടും, ചിലപ്പോ കുറയും. അതിലെല്ലാവർക്കും കുറയും കൂടും, അതൊക്കെ സമ്മതിക്കാം. പക്ഷെ ഇത് മറക്കണേ, അതാ പ്രശ്നം. അതെന്താ പറഞ്ഞ അത്ര ഉപ്പിടാൻ മറക്കല് ഉമ്മിക്കില്ല. ഉമ്മ ആകെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ഉപ്പിടാൻ മറന്നിട്ടുണ്ടാവുള്ളൂ ഉമ്മിന്റെ എൻ്റെ കരിയറില്. പക്ഷെ നീയോ 2 വർഷത്തിനുള്ള എത്ര പ്രാവശ്യം റെക്കോർഡ് ഗിന്നസ് ബുക്ക് കയറിയണം. ശേഷം മിക്സി കൈക്കല്ലേ, അതിന്റെ പാർട്ടാ. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് കുഴക്കല, ഇരുന്നിട്ട് കുഴക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ആവേശത്തിൽ പറഞ്ഞു കേട്ടോ, ഇപ്പൊ വണ്ടിലേനായോ. ഷുവിന്റെ പൊറോട്ട അടിപൊളിയാണ്, ഞങ്ങളൊക്കെ ഫാൻസാണ് അല്ലേ. ഞാനിതൊന്ന് അടിക്കട്ടെ കേട്ടോ. വെള്ളയിക്കണം. പൊറോട്ട മാവ് പോലെ തന്നെ ആവോ? പൊറോട്ട മാവിന്റെ മാതിരി തന്നെ വെക്കോ, അതോ നമ്മളെ ചപ്പാത്തിയോ? പൊറോട്ട മാവിന്റെ അരി. ഞാൻ ഇനി പോണ്
പോ പോ. കറി അങ്ങനെ നശിപ്പിച്ച ലൈറ്റ് ഒന്നും വേണ്ട എനിക്ക്. ഉപ്പ് ഇടുന്നുണ്ട്. കൈയിന്റെ പിടുത്തം മാറിട്ടാ. 2 കൈയോടെ വേണ്ടി മിക്സ് ചെയ്യാൻ തുടങ്ങി. എന്താണ്ടേ പൈസ? പൊറോട്ട നോക്കട്ടെ. പൊറോട്ട ആയ പൊറോട്ടന്റെ പൈസ ചെയ്യണം. മൺചട്ടിയിലൊക്കെ ഉള്ള മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കിട്ട് നശിപ്പിക്കരുത്. കൺഫ്യൂഷൻ ആവല്ലേ? ടെൻഷനാവും. ഇനിയിപ്പോ കേടുന്നിട്ടുണ്ടെങ്കില് ഉപ്പിടാൻ മറക്കുന്നുള്ളൂ. നല്ലപോലെ നശിപ്പിച്ച് റെസ്റ്റ് എടുക്കാന്നോ? ഉമ്മി കൊയക്കണം. കഴിഞ്ഞമ്മാ നല്ല കൊയക്കൽ ഇവിടെ തുടർന്നോ? അവന്റെ മാവൊക്കെ അടിപൊളിയായി തുടങ്ങി. ആ എനിക്കൊരു പേടിക്കവിടെ ഒരാളുടെ കൂടെ ചീന. എവിടെ പോയി? മൂടിയോ? മൂടില്ല ഇതിന്റെ മേലെ. വിയർക്കൽ തുടങ്ങി. വീശി തരണോ? വലിയ തുടങ്ങിയല്ലോ. മാഷാ അല്ലാ. ആ പൊറോട്ട കൊടുത്താൽ മതിയില്ലമ്മ. ഏറ്റവും പോയി എന്റെ ഐഡിയ ആയി പോയില്ലേ? റെസ്റ്റ് ആക്കണോ? റെസ്റ്റ് ആയിക്കോട്ടെ തന്നെ. നിങ്ങൾ രണ്ടാളും ടൈപ്പാണ്. ഓള് പറഞ്ഞ ഇച്ച കറിനാക്കിട്ടുകൊണ്ട് ഓളെ കറി കേട്ടിരുന്നു. നിങ്ങൾ പറഞ്ഞ റെസ്റ്റ് വെക്കാത്തോണ്ട് ഇനി പൊറോട്ട കേട്ടിരുന്നു. ഉള്ള കരണ്ട് പോയി. പൊറോട്ട കൊണ്ടേ അസ്ഥികാറിന്റെ എന്താണ് പോണേ? കരണ്ട് പോയി. ഉമ്മ പറയണേ ഇനി പോയി കൊടുന്നോന്ന്. ഉമ്മ എങ്ങനെയാലും ഒരു കാരണം കേട്ടാ നിൽക്കേനു. ആ കരണ്ട് പോയിന്ന്. റെസ്റ്റ് എല്ലോടെ വെച്ചാളി കൊണ്ടറാ. നിങ്ങളെ ദോയാണ്. നിങ്ങള് ഇടയില് 4 സ്ഥലത്തുനിന്നൊക്കെ ചെല്ലില്ലേ കരണ്ട് പോകാൻ വേണ്ടിട്ട്? കരണ്ട് പോകാൻ വേണ്ടിട്ട് നല്ല ദുആയിനും. ഓ കരണ്ട് പോയിന്ന്. നീ റെസ്റ്റ് ചെയ്തൊക്കെ വെച്ചാല് നീ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റതാവോ? ഇല്ലല്ലോ. ഞാൻ പോയി കൊണ്ടുവരാം. കരണ്ട് നിമ്മാൻ്റെ ഉടായിപ്പൊന്നും ഞാൻ നടക്കൂല. ഉണ്ടായിക്കോളി. അങ്ങനെ നമ്മുടെ പൊറോട്ട ഇവിടെ റെസ്റ്റിന് വെച്ചിട്ടാ. അയ്യോ നല്ല അടിപൊളി പൊറോട്ട മാവനായിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് പൊറോട്ട മാവിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ മാവിൻ്റെ കാര്യത്തിൽ ഉമ്മ സക്സസ് ആണ്. ഈ പൊറോട്ടൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അച്ഛനെന്തായി? നിന്റെ എന്തായി? നീ ഇങ്ങനെ വാട്ടിൽ മാത്രമേ ഉള്ളൂ? കറിയാവോ? ചട്ടിന്റെ അടി കൊണ്ടാ ഉമ്മി റെസ്റ്റിന് വെച്ചാണ്. ഉമ്മി റെസ്റ്റിനായി. അല്ല പറഞ്ഞു ദപ്പൂനോട് ഇട്ടോന്ന്. എനിക്ക് കമ്പനിക്കല്ല ഇവിടെ അപ്പൊ എന്നാ കറി സെറ്റാക്ക്. ഓക്കെ. നല്ല സ്പൈസി കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ. ഓവർ തൃശ്ശൂർ സ്പൈസി വേണ്ട, ഒരു മലപ്പുറം സ്പൈസി മതി കേട്ടാ. ഈ ഓരോ കറി ഉണ്ടാക്കും കണ്ണിന്നൊക്കെ വെള്ളം വരുന്ന മാതിരി വരൂട. കരയേന്ന് ഇവിടെ കറി കിട്ടിട്ട്. കാരണം അത്രയും ഇരുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഇരുന്നോന്നും അറിയില്ല. ഞങ്ങൾ അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കും. പക്ഷെ അതിനേലും ഇതൊക്കെ ശരിക്കും ഉണ്ടാവും കറിക്ക്. ഇവർക്ക് അതൊന്നും കിട്ടില്ല.
പക്ഷെ കഴിഞ്ഞത് അതുകൊണ്ടല്ല കരിഞ്ഞതോ ഈ ചവിട്ടിയിട്ടുണ്ടാവും. അല്ലല്ല അതല്ല, ഇപ്പൊ പൊന്നൂന് ഇരുട്ട് കുറച്ച് തൊട്ടും ഇങ്ങനെ ഇരില്ലാണ്ടല്ലേ കൂട്ടണം. പൊന്നു ഇത്താന്റെ കുട്ടിയാട്ടോ, അപ്പൊ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോ എരി കുറച്ചിടും. അങ്ങനെ ഇത്താക്കും ശീലായി എന്നാണ് ഇവള് പറയുന്നത്. അതാണ് ഇവളുടെ ഒരു നിഗമനം അതാണ് അല്ലേ? അങ്ങനെയാണ്. ആയിക്കോട്ടെ, എന്നാ അങ്ങനെ ആവട്ടെ. അപ്പൊ ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാം. എന്റെ കാര്യം ഇതൊക്കെ ഇവിടെ എന്തോ കണ്ടിട്ടോ, എന്തോ തപ്പിക്കൊണ്ട് കാണും. എന്താണ് ഓടി ഉമ്മ സീക്രട്ട് സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് അമ്മ അറിയാണ്ടേ. എന്ത് പൊടിയോ? മൈദപ്പൊടിയോ? സ്റ്റോക്ക് ഉണ്ട്. അതിപ്പോ ഒരു പാക്കറ്റ് ഇട്ടോ? 1 കിലോട്ട് 1/2 കിലോ. ഞാൻ 2 ഒറ്റ ഫ്രെയിമിൽ എടുത്താണ്. കഷ്ടം. ഓക്കെ, നീ മീൻ്റെ നന്നായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് എനിക്കാട്ടോ. നിലത്തേക്കൂടെ ഇവിടെയൊക്കെ തുടച്ച് ഈ സാധാരണ ഹോട്ടലിൽ കല്ലുമ്മലൊക്കെ വരച്ചില്ലേ, അതേമാതിരി ഇവിടെ സ്ലാബൊക്കെ കറക്റ്റ് തുടച്ച് സെറ്റാക്കി സ്ലാബിലിട്ട് ഇവിടെ വെച്ചിട്ടാണ് ബാക്കി പരിപാടികൾ. അതിക്ക് പിന്നെ ആട്ട ഇട്ടില്ല, കുറച്ച് ആട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ മൈദയ്ക്ക്. അത് ഒട്ടി പിടിക്കാക്കാനാ. ഓടക്കയിലോ? ചിന ആ ഓടക്കോയിലാണ്. പെട്ടെന്നുണ്ടാ ഇവിടെ ഉമ്മ പരത്തിനോട് പെട്ടെന്ന് ക്യൂക്ക് ക്യൂക്ക് ക്യൂക്ക്. വീശടിക്കോ? അതില്ലേ എണ്ണ ഓയിൽ വെച്ച് കൊടുക്കല്ലേ? സോഫ്റ്റ് ആണ്. ഇങ്ങനെ മടക്കണം, ഫുള്ളായിട്ട് മടക്കണം. ഇങ്ങനെ ഓയിലിങ്ങനെ ഇപ്പുറത്ത് ഇങ്ങനെ മടക്കുമ്പോൾ ഇപ്പുറത്തേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ തേച്ചിട്ട് മടക്കിയ ഭാഗം ഇങ്ങനെ ഓയിലൊന്നും ഇവിടെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി അത് മുറിച്ച് കത്തിരിക്കൊണ്ട് മുറിച്ചല്ലേ? ഇത്ര ഇതിയോട്ടാണോ? മുറിച്ച് വെച്ച സാധനം ഇങ്ങനെ പരത്തി കൊടുക്കട്ടോ. അപ്പം നമുക്ക് സാധാരണ പൊറോട്ട അങ്ങനെ ചുറ്റുന്ന ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇവാ ഇതെങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കുക, പ്രസ് ചെയ്യുക. അപ്പോൾ പൊറോട്ടൻ്റെ ആ ലെയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വരും. ഇതൊരു സിമ്പിൾ മെത്തേഡാട്ടോ. ബാക്കിയുള്ളതും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു ഷീറ്റില്ലേ, ഇതിൽ നിന്ന് നമുക്ക് 4 കിട്ടണേ. അല്ല സോറി 5 ഇത് 5 അല്ലേ, 5 കിട്ടണേ. അവിടെ എന്താ ചേച്ചിനാ?
നോക്കി കൈ തന്നെ എന്തെങ്കിലും കുറവുണ്ടോ? കുറച്ചെടുക്കട്ടെ, തലച്ചുകൊണ്ട് കുറവില്ല. ഓക്കെ, തിളച്ച് വരട്ടെ. എന്നാ കുറച്ച് പേര് ഇട്ടോളാം. കുറച്ചിട്ടാ എന്നിട്ടോ, ഒന്ന് ഓവറാക്കല്ലേ. നീ അങ്ങനെ ആക്കും, എനിക്ക് തീരെ വിശ്വാസം എരിവിന്റെ കാര്യത്തില്. അപ്പൊ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണ്, അവിടെ പൊറോട്ട സെറ്റ് ആയിരിക്കണു, സെറ്റായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണു. മീൻ ഓവറായോ? മീൻ കറി വെച്ചാൽ കുറച്ച് ഓവറായിക്കോട്ടെ പ്രശ്നം. ഞാനടെ മോളെ എന്റെ വീട്ടില് ഞാൻ പോകുന്ന പിന്നെ അവരുണ്ടാക്കണം. ഞാൻ മീൻകറി കൂട്ടും. മറ്റേ റീല കാണില്ലേ, എന്നാ 2 വർഷമായിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. 2 വർഷമായിട്ട് മോനെ എനിക്ക് സമാധാനം ഇവിടെ വന്നിട്ടുള്ളൂ. അതേ അവസ്ഥയാണ്. നീ പോകുന്നതിന്റെ ശേഷമാണ് അവിടെ എല്ലാം ഉണ്ടാക്കി തുടങ്ങിയ. അല്ല ദപ്പൂന് എന്താ പറയാനുള്ളത്? പറയൂ. ദപ്പു ഇവിടെ കറി എങ്ങനെ ഉഷാറാണോ മോശമാണോ? പറയൂ. തളിച്ചോ? മീനിട്ടിട്ട് എത്ര നേരമായി? മീനായിണ്ടോ? ബത്തളോ പറഞ്ഞിട്ടില്ല, സമയമായിട്ടുണ്ടോ? ഓക്കെ, മൂടി വെച്ച് ഓഫാക്കിയോ. എനിക്കുള്ളായോ എന്നാണ് ദപ്പുവിക്കണത്. ദപ്പുന് കൊടുക്കാനായോ? ഇല്ല, ദപ്പുന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു എന്ന് പറയണു. ദപ്പു ഇന്നത്തെ കോട്ട കഴിഞ്ഞാലോ? ദപ്പുവിനിപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് ഇതിന്റെ മുകളിലേക്ക് കയറി കണ്ട് അവിടെ പോയിരിക്കുക. അതായത് ഈ ഗ്രില്ലുമ്പോൾ കൂടെ ഇങ്ങനെ കയറും, കയറിക്കാണ്ട് ഇങ്ങനെ മേലെ പോയിട്ട് അവിടെ വെക്കും. എന്നിട്ട് ഇറങ്ങാനറിയില്ല. എന്നിട്ട് ഞാൻ വന്നിട്ട് വൈകുന്നേരം പിടിച്ചിടണം. അതുവരെ അതിന്റെ മേലെ ലോക്കാണ്. അല്ലേ? കുറുമ്പനാണ്, കുറുമ്പത്തിയാണ്. ഇവരായതുകൊണ്ട് അവിടെ ഇറക്കൂല. ദുഷ്ടമനസ്സാണ്. അവൻ കയറിയിട്ടുണ്ടെങ്കിൽ അവള് കയറിയിട്ടുണ്ടെങ്കിൽ അവള് തന്നെ ഇറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ ഇറക്കാറൊന്നുമില്ല. അപ്പൊ ഞങ്ങളെ പണികൾ കഴിഞ്ഞ് ഞങ്ങൾ വല്ലടിച്ച് ഞങ്ങൾ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പൊറോട്ട മാസ്റ്ററുടെ പരിപാടി എന്തായി നോക്കാം. സിത 1 2 3 4 5 6 7 8 9 പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുള്ളത്. അഭിപ്രായത്തിൽ 4 മുറിച്ചിട്ടുള്ളൂ അല്ലേ? നേരത്തെ 5 കിട്ടീനു, ഇപ്പൊ തീല് 4 കിട്ടി. തീല് എത്ര ഇട്ട് നോക്കാം. 9 1 5 1 4 അപ്പോഴല്ലേ 9. ഇവിടെ കണക്കില് ഭയങ്കര ഉഷാറാട്ടോ. ഇത് 9, ഇത് 9. അത് 2 മുറിച്ചു, 2 മുറിച്ചാണ് 9. അപ്പൊ 1 5 1 4. ഓക്കെ, ഇതിൽ ഇനി 5 ആക്കും. 2 4 അടിന്ന് കഴിഞ്ഞോണ്ടല്ലോ. കുറച്ചേരം വെക്കണേ. ഇപ്പൊ കംപ്ലൈന്റ് അതിന് വെക്കാത്തതിനേക്ക് അതിനിപ്പോ കംപ്ലൈന്റ്. ഇവിടെ പറഞ്ഞു വെച്ചാ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കറി കിടന്നത്. രണ്ടാൾക്കും കാരണങ്ങളുണ്ട്. ഞാനാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും വല്ല പണി ഉണ്ടാവും. ഇങ്ങനെ എന്നാ ഉമ്മി സമ്പാദിക്കാണ്, ഉമ്മി ബിസിനസ് ആണ്. ഒരു പൊറാട്ടക്ക് 3 റുപ്യക്ക് ഞാന്, ഒരു പൊറാട്ടക്ക് 20 റുപ്യ. ഞാൻ പഞ്ചസാര കൂട്ടി പൊറോട്ട ആയിക്കോട്ടെ. നിങ്ങൾ 2 സാധനം കൊടുത്താണ്ടി എന്നിട്ടും കിറ്റോളി, കുഴപ്പമില്ല. പൊറോട്ട പണി നമുക്ക് കിട്ടിയത് 1 2 3 4 5 6 7 8 9 10 11 12 13 പൊറോട്ട. അതിൽ എത്ര കഴിക്കും? പറയൂ 3 പൊറോട്ട. ഞാന് കട്ടിക്കാനും നോക്കട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് പറയാം. ഓക്കെ, സാധാരണ 3 ഞാനും 2 കഴിക്കും. ഇന്ന് കട്ടിങ്ങനെ നോക്കിയിട്ട് ഒരു 4-5 കഴിക്കുന്നെന്ന് തോന്നണേ. ചേച്ചി നാളെ രാവിലെ കൂടി ഉണ്ടാവും മീൻ ചേച്ചിന് ഉണ്ടാവോ? ശരിക്കും ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ പോളിംഗ് അനുസരിച്ചിരിക്കില്ല. ഇനി അടുത്ത് പത്തിരി പ്രസല്ലോ. അതെന്താണ് ഇതിന് വരുന്ന? നീ പേരുണ്ടോ? പത്തിരി പലക. നിങ്ങൾ അതിന്റെ ഒതന്റിക് ആയ രീതിയിൽ മാത്രം ചെയ്യും. ഇത് പൈസക്ക് ഉള്ളതാണ്. അപ്പൊ കുറച്ച് അധ്വാനിക്കണം. സുഖം അങ്ങനെ
അല്ല കേട്ടിട്ടുണ്ടോ അവിടെ വെക്ക്. അപ്പോ ചട്ടി വെച്ചോ? ചട്ടിച്ച് ഓട് 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 ആ നിലവിളി ശബ്ദോട് ഓട്. ചട്ടി വെക്കാം. എന്താണ് ചേട്ടി? ഓക്കെ മാറി മാറി മാറി. അവിടെ പരിശ്രമം അതിനാറില് പരുത്ത അല്ല പടി അപ്പങ്ങളെമ്പാടും പാടിമാ. ക്യാമറ ഓഫ് ആക്കി അമ്മ പാടിട്ടോ. അമ്മ നല്ലൊരു പാട്ടുകാരത്തിയാണ്. ഇത് ഉപ്പിനെ ചോട്ടിപ്പോ അനക്കെന്താ പണി? ഞാൻ ചൂടണേ ഉമ്മ എന്റെ പേര് കേട്ടോ കൊളായാല് ചുട്ടത് പോരാറില്ല മാ. ഞാൻ വലിച്ചെറിയന്റെ കറി. വാ കാണാനൊക്കെ ഒന്നോ മറ്റേത് തനി നാടൻ കറി കൂട്ടിയാക്കട്ടെ. പലക ഉണ്ടല്ലോ പത്തിരി പ്രസ്സിലട്ടഞ്ഞ് വരുത്തണേ. ഇതിലാകുമ്പോൾ എളുപ്പമായിരിക്കും. ചട്ടി വെക്കുന്നു, പൊറോട്ട മാവ് എടുക്കുന്നു. ഇല്ല കൊളായിട്ടുണ്ടെങ്കിൽ ഓരോ പൊറോട്ടക്കും 10 രൂപ എനിക്ക് തരണം കേട്ടോ. അങ്ങനെ ഉണ്ട്, അതുണ്ട്. നല്ല പൊറോട്ട ആണെങ്കിൽ ഓരോ പൊറോട്ടക്കും 10 ഞാൻ കണ്ടുവരും. മോശം പൊറോട്ട ആണെങ്കിൽ ഓരോ പൊറോട്ടക്കും 10 രൂപ എനിക്ക് തരാം. അതാണ് കണക്ക്. അച്ഛനെ കറിക്കൽ പോയി ഒരു 100 രൂപയൊക്കെ തരേണ്ടി വരും. തെങ്ങുണ്ട് മോശമാണൊക്കെ. ആ അതിന് എത്ര രൂപ ചെലവായിക്കണം ആ പൈസ എനിക്ക് തരേണ്ടി വരും. 100 രൂപയുടെ മീനാ വാങ്ങി. ഇല്ല പിന്നെ ഇതില് ബാക്കി മസാല, ഉള്ളി, തക്കാളി നല്ലതാണെങ്കിൽ വില ചട്ടി ചൂടായി. പിന്നെ ചട്ടിക്ക് അതിൽ എണ്ണ ഒഴിക്കണ്ടേ? ഈ പൊട്ടത്തിനുള്ള പ്രശ്നം ഇവിടെ ആക്കിയേ നോക്കിയിരിക്കണം. അങ്ങനെ ഒഴിക്ക ശരിക്കും താഴെ നോടുന്ന ബ്രഷ് ചെയ്യണ്ടീന്. എന്നെക്കൂടെ പറ്റണ പണി ഇളക്കെടുക്ക്. ഇന്നതിനൊന്നും കൊള്ളില്ല. നീ വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുക. എവിടെ തൊട്ടാലും ഇവിടെ പ്രശ്നമുള്ളോ? ഈ ക്യാമറയിൽ നിന്ന് ഒഴിഞ്ഞു പോവല്ലേ? ഞാൻ അങ്ങനെ ഒരു കഥ നല്ല എണ്ണ സ്പ്രെഡ് ചെയ്യുന്നു, മെഷീൻ വെച്ച് പ്രസ് ചെയ്യുന്നു, പൊറോട്ട ബാറ്റർ റെഡി. ഇവിടെ ഒരു അരപ്രസൊക്കെ ഈ 4 പ്രസൊക്കെ പ്രസ് നടന്നിട്ടെ അവിടെ പൊറോട്ട ചുട്ടെടുക്കണം. തിരിച്ചും മറിച്ചും അങ്ങനെ 5 രൂപ എനിക്ക് തരേണ്ടി വരും. അല്ല ഇത് വേലയിതേട്ടന്റെ പൊറോട്ടായി. ഞങ്ങളിവിടെ ഏറ്റവും വലിയ പൊറോട്ട വേലയിതേട്ടന്റെ പൊറോട്ട കേട്ടോ. ഉമ്മാന്റെ ഫേവറേറ്റ് പൊറോട്ടയും കൂടിയാണ് വേലയിതേട്ടന്റെ പൊറോട്ട. അതിനെ കടപിടിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത്. അല്ലമ്മ നാളെ കൊണ്ടുപോകും വേലയിതേട്ടൻ. ഫസ്റ്റ് പൊറോട്ട ഇവിടെ തിരിച്ചുണ്ട്. തിരിച്ചിട്ട് കൊടുക്കണോ? കാരണം വെവ്വണല്ല വേവണം. വെവ്വണം. നമ്പർ 2 എന്താണ് ഈ അവിടെ പോയി കട തുടക്ക ടേബിൾ എന്തെങ്കിലും തുറക്കാണ്ട് നോക്കിയേ. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഉള്ള സ്വഭാവം. അയക്കോ എണ്ണ തട വെച്ചിനാ. ഇതാ ഇങ്ങനെയാണ് ഇവിടെ ഉപ്പിടാൻ മറക്കണത്. ഒരു കാര്യം പലയിടത്തുമാണ് ചിന്ത. തായും കുറച്ച്
പ്രസ് ചെയ്തോ. ഉമ്മി ഇങ്ങോട്ടൊക്കെ പറഞ്ഞപ്പോൾ എന്താ അങ്ങനെ പറയാം. അമരേന്ദ്ര ബാഹുബലി ആടാ. ഓ ക്രിസ്റ്റീന കോളടിക്ക് ഇത് ചടിക്കിച്ച നല്ല നല്ല രസമുണ്ടാവും. അടിച്ചണി അതിന്റെ വരം എന്താണല്ല. അടിക്കാൻ പോവാ. പൊറോട്ട അടിക്കണ്. കീറണം കേട്ടോ, വരല്ലേ. അടി മാത്രമല്ലല്ലോ, വരാന്നിട്ടില്ലല്ലോ. വരുമോ? ഞാനും തൊപ്പും ഇവിടെ വെയിറ്റിംഗ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൊപ്പോ എന്താവും? തൊപ്പുവിൻ്റെ അഭിപ്രായത്തിൽ ശരിയാവോ? തൊപ്പുവിനൊരു വിശ്വാസമില്ല. ഇതിപ്പോ എങ്ങനെ ഉണ്ടാവും? സെറ്റാവൂലേ? നോക്കാം നമുക്ക്. രണ്ടാളും പാടി ഏൽപ്പിച്ചാണ്. തൊപ്പു ശരിയാവും വെച്ചപ്പോ ഇങ്ങനെ ആട്ടി, തലാട്ടി. അപ്പൊ അടുത്തോഴം ഇച്ചണ് ലാസ്റ്റത്തെ കേട്ടോ. പൊറോട്ടന്റെ വരയും കുറയൊക്കെ ഒന്നും സെറ്റായി. അപ്പൊ ഇനി ഈ ഓരോ അടിക്കും 5 രൂപ എടുക്കൂട്ടോ. അതുണ്ട്. മതിച്ച പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഓ ആവി ഇറക്കണ പൊറോട്ട. വേഗം കറി എടുത്തിട്ട് കഴിക്കാം. റെഡി അല്ലേ? റെഡി. ആ ഉമ്മി എടുത്തോ, നമുക്ക് കഴിക്കാം. പ്ലേറ്റ് എടുത്തോളൂ. മികത്തും വീടിയടുത്തേക്കിന് പോയി റിസ്ക് എടുക്കാൻ വയ്യാറാണ്. ദോഷം ചെറുമാറി നിന്നോണ്ട് കേട്ടോ. ഉമ്മ എടുത്ത് ഉമ്മിക്കല്ല, ഉമ്മ ഉണ്ടാക്കി ഉമ്മിക്ക് തന്നെ വിശ്വാസമില്ല. 3 പ്ലേറ്റിലേക്കാണ് എച്ചിരുന്നാണ് കേട്ടോ. അച്ചിനാന്റെ മുളക് കറി, ഉമ്മയുടെ പൊറോട്ട. വാട്ട് എ ഡെഡ്ലി കോമ്പിനേഷൻ. അതെ, യഥാർത്ഥിയോടെ കഴിക്കുന്ന ഞാൻ. എന്നിട്ടാ ബിസ്മില്ലാ. ഒരു 3 ഉറുപ്പ്യ തരാം. പിന്നെ എത്ര വേണ്ട? 20 ഉറുപ്പ്യ. സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. പൊറോട്ടന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻകറിക്ക് മീൻകറിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്താ അങ്ങനെ ഒരു ടേസ്റ്റില്ലേ? മാഷാ. ഹോം മെയ്ഡ് പൊറോട്ട വിത്ത് ഫിഷ് കറി. ഞങ്ങളുടെ അച്ഛനാ ഈ റിവ്യൂ അറിഞ്ഞല്ലോ. അതുകൊണ്ട് തിന്നണേന് മുന്നേ നേരത്തൊന്നുമില്ല. അപ്പൊ സംഭവം അടിപൊളിയാണ്. പക്ഷെ തുമ്പി നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തന്നാണ് അല്ലേ? അല്ലേ? പൈസ ഉണ്ടല്ലോ. കോണ്ടാക്ട് ചെയ്യാം. റംലത്ത് പിലാക്കാട്. എത്ര ഒരു പൊറോട്ട എത്ര റുപ്യൊക്കെ ഉണ്ടാക്കി കൊടുക്കും? 20 റുപ്യൊക്കെ. ഒതന്റിക്ക് അതെ വിട്ടുവീഴ്ചയില്ല. അതായത് ഇതിലെന്തില്ലാന്നറിയോ? മായങ്ങളില്ല. നാച്ചുറൽ മൈദ അല്ലേ? നാച്ചുറൽ മൈദ കൊണ്ടുണ്ടാക്കണ ഒതന്റിക് പൊറോട്ട, ഹോം മെയ്ഡ് പൊറോട്ട. അങ്ങനെ മൈദ ഇല്ല,
സംഭവം കിടിലൻ. വാവ്, ജസ്റ്റ് വാവ്. പാടൊക്കെ നിങ്ങൾക്ക് അതും കഴിച്ച് കഴിയുന്നുണ്ട് ഞാൻ കഴിക്കാം. നോക്കട്ടെ. സംഭവം രസമുണ്ട്. എന്തായാലും ഫിഷ് ഫ്രൈ വേണ്ടേ? നല്ല ബത്തൽ പൊരിച്ചു, മുരിച്ച് പൊരിച്ച ബത്തൽ ഉണ്ട് കേട്ടോ. കിടിലൻ. വാവ്. പൊറോട്ട ഇങ്ങനെ പിച്ചിടണേ. കൊന്ന പാപം തിന്നാ തീരുന്ന തിന്ന്. നല്ല നീളമുണ്ട്, അറാളുണ്ട്. വാവ്. മീൻകറി ഉണ്ട്. മരുവൾ ഉണ്ടാക്കിയ മീൻകറി, അമ്മായിമ്മ ഉണ്ടാക്കിയ പൊറോട്ട. പക്ഷെ എന്നാലും മരുവൾ ഉണ്ടാക്കിയ മീൻകറി. മീൻകറി എങ്ങനെ ഉണ്ടാക്കി? സൂപ്പ്. തിന്നിട്ടില്ലേട്ടാ, തൊള്ളിക്കത്തണീനെ മുന്നേ. ചേച്ചിനെ മീൻകറിയുടെ പൊറോട്ട രസം. ഹലോ, ഏതെങ്കിലും ഒന്നൊരു എടുത്ത് പറയാണ്. ഒരു പൊടിക്ക് അത് രസം പൊറോട്ട. ഒരു പൊടിക്ക് പൊറോട്ട മീൻകറി രസം. രണ്ടു രസമില്ല, രണ്ടു രസമുണ്ട്. അപ്പൊ ഇനി ഉപ്പുറ അത് നമ്മള് മീൻകറി പിടിച്ചു പോകണം. മീൻകറി കൂട്ടി കഴിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. അപ്പൊ ഇനി തിന്നിട്ടാണ് അല്ലേ? അച്ഛനെ വീഡിയോ എടുക്കുന്ന പറഞ്ഞു കേട്ടോ. വീഡിയോ എടുത്തേ വാ. എടുത്തേ വല്ല എടുത്തോണ്ട് വാ. മുസമ്പി ഉപ്പിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി മുസമ്പിയും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പോണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, പൊറോട്ട ഒക്കെ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുതിയ വീഡിയോ വരുന്നതിന് ബൈ. അതിനിത് കഴിക്കാം.